أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وكذلك نري إبراهيم ملكوت السماوات والأرض وليكون من الموقنين فلما جن عليه الليل رأى كوكبا قال هذا ربي فلما أفل قال لا أحب الآفلين فلما رأى القمر بازغا قال هذا ربي فلما أفل قال لئن لم يهدني ربي لأكونن من القوم الضالين فلما رأى الشمس بازغة قال هذا ربي هذا أكبر فلما أفلت قال يا قوم إني بريء مما تشركون إني وجهت وجهي للذي فطر السماوات والأرض حنيفا وما أنا من المشركين صدق الله العلي العظيم. ഏറെ ആദരണീയരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, ജീവിതയാത്രയിൽ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾക്ക് വിധേയരായി ആദർശ പിതാവ് ഇബ്രാഹിം അലൈഹിസ്സലാം വെട്ടിത്തെളിച്ച തൗഹീദിന്റെ തഖ്വയുടെ വഴിയിൽ ജീവിതം നയിക്കുവാൻ പരമാവധി ശ്രമിക്കണമെന്ന് ആദ്യമേ വസിയത്ത് ചെയ്യുന്നു, ഉണർത്തുന്നു. അള്ളാഹു നമുക്ക് അതിനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ലോകമെമ്പാടുമുള്ള സത്യവിശ്വാസികളുടെ ഈ സമാജത്തിൽ അതിലെ ഓരോ അംഗവും അഥവാ ഓരോ മുസ്ലിമും അവന്റെ നിത്യജീവിതത്തിൽ ഓർക്കുന്ന, അയവിറക്കുന്ന രണ്ട് പേരുകളാണുള്ളത്. ഒന്ന് മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. മറ്റൊന്ന് അദ്ദേഹവും നമ്മളും ഉൾക്കൊള്ളുന്ന ഉമ്മത്ത് മുസ്ലിമയുടെ ആദർശ പിതാവായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ പേരുമാണ്. നമ്മളുടെ നമസ്കാരത്തിലെ പ്രാർത്ഥനയിൽ കമാ സല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹിം, ആ പിതാവിനെ, ആദർശ പിതാവിനെ ചേർത്തു വെച്ചുകൊണ്ടുള്ള ഒരു പ്രാർത്ഥന, അദ്ദേഹത്തിന് വേണ്ടി നമ്മൾ നടത്തുന്ന പ്രാർത്ഥനയാണത്. നബിക്ക് വേണ്ടിയും, മുഹമ്മദ് നബിക്ക് വേണ്ടിയും, ഇബ്രാഹിം നബിക്ക് വേണ്ടിയും അള്ളാഹുവിനോട് അനുഗ്രഹം നമ്മൾ തേടുകയാണ്. അപ്പൊ ആ പ്രാർത്ഥനയിലൂടെ നമ്മുടെ നിത്യജീവിതത്തിൽ മറക്കാനാവാത്ത വിധം ഒരു പേരായി ഇബ്രാഹിം നബി എന്നും ജ്വലിച്ചു നിൽക്കുകയാണ്. ദുൽഹജ്ജ് മാസം പിറവിയെടുക്കുമ്പോൾ സവിശേഷമായും ആ പിതാവിന്റെ ഓർമ്മകളെ നാം കൂടുതൽ ശക്തിപ്പെടുത്തുകയും അയവിറക്കുകയും ചെയ്യും. ഇബ്രാഹിം നബി നിങ്ങളുടെ ആദർശ പിതാവാണ് എന്ന് പറഞ്ഞ ഖുർആൻ എന്തിനാണ് ഒരു പിതാവ് എന്ന സ്ഥാനം നൽകി നിങ്ങൾക്ക് അദ്ദേഹത്തെ പരിചയപ്പെടുത്തിയത്? അതൊരു ആലങ്കാരിക പദവിയല്ല. വാപ്പയുടെ വഴിയിൽ അദ്ദേഹത്തിന്റെ ആദർശ സന്തതികൾ ഉണ്ടാകണം. വത്തബിയു മില്ലത ഇബ്രാഹിമ ഹനീഫ, ഇബ്രാഹീമിന്റെ മില്ലത്തിനെ, ഇബ്രാഹീമിന്റെ സരണിയെ നിങ്ങൾ പിൻപറ്റണം എന്നത് ഖുർആൻ നമുക്ക് ഓരോരുത്തർക്കും നൽകിയ കൽപ്പനയാണ്. ഇബ്രാഹീമി മില്ലത്ത്, മില്ലത്ത് എന്ന വാക്കിന് സരണി, പാത, മാർഗം എന്നൊക്കെയാണ് അർത്ഥം. നിങ്ങൾ സഞ്ചരിക്കേണ്ട ആദർശ വഴി ഏതാണ്? അത് ഇബ്രാഹീമിന്റെ മില്ലത്താണ് എന്ന്
വിശുദ്ധ ഖുർആൻ വ്യക്തമായി നമുക്ക് മുമ്പിൽ പ്രഖ്യാപിക്കുകയാണ്. ഇബ്രാഹിം നബിയുടെ മില്ലത്ത്, ഇബ്രാഹീമിന്റെ മാർഗം, ആ സംസ്കാരം, ആ വിശ്വാസം, അദ്ദേഹം പഠിപ്പിച്ച ജീവിത രീതി, നമ്മുടെ ജീവിതത്തിൽ അദ്ദേഹത്തിനുള്ള സ്ഥാനം ഇവിടെ നേരത്തെ സൂചിപ്പിച്ചല്ലോ. ഇബ്രാഹിം അലൈഹിസ്സലാമയെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ പലയിടത്തും പ്രസ്താവിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ സ്ഥാനത്തെപ്പറ്റി പറയുന്നുണ്ട്. അതിൽ ഖുർആൻ എടുത്തു പറഞ്ഞ ഒരു പദവി, ഒരുപക്ഷെ ഇബ്രാഹിം അലൈഹിസ്സലാമയെ സംബന്ധിച്ച് പറയുമ്പോഴെല്ലാം അറിഞ്ഞോ അറിയാതെയോ തന്നെയും നമ്മുടെ വാക്കിൽ നിന്നത് വരും. ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം എന്നാണ്. അള്ളാഹുവിന്റെ കൂട്ടുകാരൻ എന്നതാണ് ഇബ്രാഹിം നബിക്ക് ഖുർആൻ നൽകിയിട്ടുള്ള ഒരു സ്ഥാനം. വത്തഖദല്ലാഹു ഇബ്രാഹീമ ഖലീല, അള്ളാഹു ഇബ്രാഹീമിനെ തന്റെ സ്നേഹിതനായി സ്വീകരിച്ചു. അള്ളാഹുവിന്റെ കൂട്ടുകാരൻ, അള്ളാഹുവിന്റെ സ്നേഹിതൻ, ഖലീലുല്ലാഹ്. ബൈബിളിലും അബ്രഹാമിനെ ദൈവം അവന്റെ സ്നേഹിതനായി തെരഞ്ഞെടുത്തു എന്ന് പ്രസ്താവിക്കുന്നുണ്ട്. അബ്രഹാം ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിച്ചു. അവൻ ദൈവത്തിന്റെ സ്നേഹിതൻ എന്ന് വിളിക്കപ്പെട്ടു. യാക്കോബിന്റെ ബൈബിൾ, യാക്കോബിന്റെ പുസ്തകത്തിൽ ഇബ്രാഹിം നബിയെ പറ്റി പറയുന്നത് അതാണ്. ദൈവത്തിന്റെ സ്നേഹിതൻ എന്ന് അവൻ വിളിക്കപ്പെട്ടു. അപ്പൊ ഖുർആനും ബൈബിളും ഒക്കെ ഇബ്രാഹിം നബിയെ സംബന്ധിച്ച് ഇത് പ്രസ്താവ്യമായി തന്നെ ഉദ്ധരിക്കുകയാണ്. അള്ളാഹു അവന്റെ സ്നേഹിതനായി, കൂട്ടുകാരനായി തെരഞ്ഞെടുത്തു എന്നുള്ളത്. അള്ളാഹു അവന്റെ ഒരു അടിമയെ, അവന്റെ ഒരു സൃഷ്ടിയെ അവന്റെ സ്നേഹിതൻ എന്ന് പറയണമെന്നുണ്ടെങ്കിൽ, അങ്ങനെ ഒരു പദവി നൽകി എന്ന് പ്രഖ്യാപിക്കണമെങ്കിൽ ആരായിരുന്നു ഇബ്രാഹിം നബി എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. സ്നേഹിതൻ എന്ന വാക്കിന്റെ അർത്ഥം സ്നേഹം അർഹിക്കുന്നവൻ എന്നാണ്. കൂട്ടുകാരൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, കൂടെയുള്ളവൻ. ഏതാപത്തിലും അതേപോലെ സന്തോഷത്തിലും ആരോടും പറയാൻ മടിക്കുന്നതും നമ്മൾ പറയുന്നത് കൂട്ടുകാരോടാണ്. മാതാപിതാക്കളെ നമ്മൾ പറയും, നീ ഒരു കൂട്ടുകാരനെ പോലെ എന്നെ കണ്ടോളൂ എന്ന് എടുത്തു പറയേണ്ടി വരുന്നത് കൊണ്ടാണ്. ചിലതൊക്കെ ചിലരോട് പറയാൻ മടിക്കും. അങ്ങനെയുണ്ട്, സ്വാഭാവികമാണ്, മനുഷ്യ സഹജമാണ്. എല്ലാം എല്ലാവരോടും ഷെയർ ചെയ്യാൻ കഴിയില്ല. ഇണയോട് പറയേണ്ടത് ഇണയോട് പറയും, മക്കളോട് പറയേണ്ടത് മക്കളോട് പറയും. സ്വകാര്യ ദുഃഖങ്ങൾ ചിലതുണ്ട്, അത് വേറെ ചിലരോട് പറയാം. ഏതായാലും ഈ കൂട്ടുകാരൻ എന്ന വാക്ക് കൂടെയുള്ളവൻ എന്നാണ്. അപ്പൊ ഇബ്രാഹീമിനെ അള്ളാഹു തന്റെ കൂട്ടുകാരനായി, സ്നേഹിതനായി തെരഞ്ഞെടുത്തു എന്ന് പറയുമ്പോൾ എന്തായിരുന്നു ആ തെരഞ്ഞെടുപ്പിന്റെ മാനദണ്ഡം? ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം പടച്ചവന്റെ കോടാനുകോടി പടപ്പുകളിൽ, ലോകത്ത് മരിച്ചുപോയവരും ഇന്ന് ജീവിച്ചിരിക്കുന്നവരും, മരിച്ചുപോയവരാണല്ലോ ജീവിച്ചിരിക്കുന്നവരെക്കാൾ കൂടുതൽ. ഇന്ന് ലോകത്ത് ജീവിച്ചിരിക്കുന്ന 750 കോടി മനുഷ്യർ, അതിലേറെ മരിച്ചവരാണ്. അതുകൊണ്ടാണ് ഇംഗ്ലീഷിൽ മരിച്ചവർക്ക് ജോയിൻ വിത്ത് മരണം എന്ന വാക്കിന് ജോയിൻ വിത്ത് മെജോറിറ്റി എന്നൊരു വാക്ക് പ്രയോഗിക്കുന്നത്. ജോയിൻ വിത്ത് മെജോറിറ്റി എന്ന് പറഞ്ഞാൽ ഭൂരിപക്ഷത്തോടൊപ്പം ചേരുക എന്നാണ് നേർക്കുനേരെ അർത്ഥം. പക്ഷെ ഇംഗ്ലീഷ് ലാംഗ്വേജിൽ അത് മരണപ്പെടുക എന്നാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഭൂരിപക്ഷത്തോടൊപ്പം ചേരുക. ഇന്നാ ഇൻഷാല്ലാഹു ബിക്കും ലാഹിക്കൂൻ. ആ ഭൂരിപക്ഷത്തിന്റെ കൂടെ നമ്മളും നാളെ ചേരും. അപ്പൊ മരിച്ചുപോയവരും ഇന്ന് ജീവിച്ചിരിക്കുന്നവരുമായ പടച്ചവന്റെ കോടാനുകോടി പടപ്പുകൾ, ഈ പടപ്പുകളിൽ നിന്ന് അള്ളാഹുവിന്റെ ഖലീൽ, പടച്ചവന്റെ മിത്രം, ആ പദവി ഖുർആൻ പ്രഖ്യാപിച്ചു നൽകിയത് ഇബ്രാഹിം അലൈഹിസ്സലാമക്കാണ്. എന്താണ് കാരണം? ഈ ലോകത്ത് അദ്ദേഹത്തിന്റെ സ്നേഹം മറ്റാരേക്കാളും അള്ളാഹുവിനോടായിരുന്നു, കൽബിലും കർമ്മത്തിലും. കൽബിലും കർമ്മത്തിലും
അവിടെ ഒരു വൈരുദ്ധ്യം കാണാൻ കഴിയില്ല നിങ്ങൾക്ക്. ഇബ്രാഹിമിന്റെ ദൈവസ്നേഹത്തിന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് വൈരുദ്ധ്യം കാണാൻ കഴിയില്ല. ബൈബിളിൽ ഒരു പ്രയോഗമുണ്ട്. ഈ ബലിയെപ്പറ്റി പറയുമ്പോ ഹൃദയബലി എന്നാണ് പറയുന്നത്. ഹൃദയബലി, അബ്രഹാമിൻ്റെത് ഹൃദയബലിയായിരുന്നു എന്ന് പറഞ്ഞാൽ മനസ്സിൽ ആദ്യം ആ ബലി യാഥാർത്ഥ്യമായി. ബൈബിളിനെ പഠിച്ച മുസ്ലിം പണ്ഡിതന്മാർ അബ്രഹാം തന്റെ പുത്രനെ ബലി നൽകി എന്നൊരു പ്രയോഗം ബൈബിളിലുണ്ട്. ബൈബിളിലൊക്കെ പാസ്റ്റ് ടെൻസിലാണ്. തന്റെ പുത്രനെ അബ്രഹാം ബലി നൽകി. ബലി നൽകിയില്ലല്ലോ, പ്രയോഗതലത്തിൽ ബലി നടന്നില്ലല്ലോ. ആടിനെയുള്ള ബലി നൽകിയത്. എന്നിട്ടും എന്തുകൊണ്ട് ബൈബിളിൽ ബലി നൽകി? ആ അന്വേഷണത്തിൽ ബൈബിൾ പണ്ഡിതർ തന്നെ വിശദീകരിച്ച് എഴുതിയ ഗ്രന്ഥങ്ങൾ ഇവർ സെർച്ച് ചെയ്തു. അപ്പോൾ അതിന്റെ വ്യാഖ്യാനത്തിൽ പറയുന്നത് അബ്രഹാം മനസ്സുകൊണ്ട് തന്റെ പുത്രനെ ബലി നൽകി കഴിഞ്ഞിരുന്നു. അബ്രഹാം മനസ്സുകൊണ്ട് തന്റെ പുത്രനെ ബലി നൽകി കഴിഞ്ഞിരുന്നു. തന്റെ പുത്രനെയും കൊണ്ട് ബലി നൽകാൻ പുറപ്പെടുമ്പോ അത് ഉറപ്പിച്ച് ബലി നൽകണം എന്ന ഉറപ്പോടെ മനസ്സിൽ നീയത്താക്കി, അതിലൊരു ചാഞ്ചല്യവുമില്ലാത്ത വിധം. എന്ന് പറഞ്ഞാൽ ഇതിനു മുമ്പൊരു ഖുതുബയിൽ നമ്മൾ നീയത്തിനെ പറ്റി പറഞ്ഞല്ലോ. അപ്പൊ കൽബ് കൊണ്ട് അബ്രഹാം തന്റെ പുത്രനെ ബലി നൽകി കഴിഞ്ഞിരുന്നു. കർമ്മത്തിൽ അവസാന നിമിഷം അള്ളാഹുവിന്റെ ഇടപെടൽ അതുകൊണ്ട് നടന്നില്ലെങ്കിൽ പോലും അബ്രഹാമിന്റെ ബലി ഹൃദയബലിയായിരുന്നു. ആ ഹൃദയബലി ദൈവത്തിങ്കൽ സ്വീകരിക്കപ്പെട്ടു. അതുകൊണ്ട് ബൈബിളിന്റെ ആ പ്രയോഗം തെറ്റാണെന്ന് പറയേണ്ടതില്ല. ഇസ്ലാമിക് കൺസെപ്റ്റിനോട് അത് ചേരാതിരിക്കുന്നില്ല. അബ്രഹാം തന്റെ പുത്രനെ ബലി നൽകി കഴിഞ്ഞിരുന്നു എന്ന് പറയുന്നത് തെറ്റല്ല. അപ്പൊ പറഞ്ഞു വരുന്നത് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിന്റെ സ്നേഹിതനാണ് എന്ന ഖുർആൻ പറയുമ്പോ ആ സ്നേഹത്തിന്റെ കാര്യത്തിൽ ഒരു വക്രതയുമില്ല. കൽബും കൊണ്ട് കർമ്മം കൊണ്ടും ആ സ്നേഹം അദ്ദേഹം തെളിയിച്ചു എന്നുള്ളതാണ്. ഈ ലോകത്ത് മനുഷ്യന് ബന്ധനങ്ങളായി മാറുന്ന ചില ബന്ധങ്ങളുണ്ട്. ബന്ധനങ്ങൾ തന്നെയാണ് തീർച്ചയായും. അതിൽ ഖൈറുണ്ട്. ഒരു സാമൂഹ്യ ജീവി എന്ന നിലക്ക് വികാരവും കൂടി ഉൾച്ചേരുന്ന ഒരു മനുഷ്യൻ, അവൻ ഏത് ദർശനത്തിൽ നിലകൊള്ളുന്നവനാകട്ടെ, ബന്ധങ്ങൾ അവനെ സ്വാധീനിക്കും. ബന്ധങ്ങളുടെ വൈകാരികത അത് ഉടക്കും, കണ്ണിലുടക്കും, കൽവിലുടക്കും. മനുഷ്യൻ അവന്റെ ജീവിതത്തിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന അവന്റെ മാതാപിതാക്കൾ, ഈ അടുത്ത് ഒരു മയ്യിത്ത് നമസ്കാരത്തിൽ പങ്കെടുക്കാൻ ഇടവന്നു. അപ്പോ നമസ്കാരം അവസാനത്തെ സലാം വീട്ടുന്നതിന് മുമ്പ് ഇമാമൻ എന്ന മകൻ വല്ലാതെ പൊട്ടിക്കരയുന്നുണ്ട്. അപ്പോ നമസ്കാരത്തിന് ശേഷം സ്വകാര്യമായ സംഭാഷണത്തിൽ വാപ്പയെ പറ്റിയുള്ള ഈ ആത്മകഥം, ഈ സങ്കടം, അതിന് ഒരു കാരണം പറഞ്ഞത് വാപ്പയും ഉമ്മയും ജീവിച്ചിരിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ മക്കളുടെ വീട്ടിൽ സൗകര്യമില്ലാത്തത് കൊണ്ട് ഉമ്മ ഒരാളുടെ കൂടെ, വാപ്പ വേറൊരാളുടെ കൂടെ. അപ്പൊ വാപ്പയും ഉമ്മയും അവസാന 3 വർഷം രണ്ട് സ്ഥലങ്ങളിലായിരുന്നു. അങ്ങനെ ആദ്യം ഉമ്മ മരിച്ചു. ഉമ്മ മരിച്ചപ്പോ വാപ്പാനെ ഉമ്മാന്റെ മയ്യിത്ത് കാണിക്കാൻ വേണ്ടി മക്കൾ കൊണ്ടുപോയി. പക്ഷെ ആ വാപ്പ ഒരിക്കലും വേറെ സങ്കടങ്ങളൊന്നും പറഞ്ഞില്ല. മരിക്കുന്നതിന് മുമ്പ് എന്റെ അടുത്ത് അവൾ ഉണ്ടായിരുന്നില്ലല്ലോ എന്നായിരുന്നു വാപ്പ പറഞ്ഞൊരു സങ്കടം. പിന്നീട് വാപ്പ മരിച്ചപ്പോഴും അപ്പോഴാണ് ഈ വികാരം ഇങ്ങനെ തുളുമ്പി വരുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഞാനും നിങ്ങളുമൊക്കെ നാളെ ഇങ്ങനൊരു അവസ്ഥയിൽ വരുമ്പോ
നമ്മുടെ മക്കൾ അവരുടെ അസൗകര്യം പരിഗണിച്ചിട്ട് നിങ്ങളെ ഒരു സ്ഥലത്ത്, ഇണയെ വേറൊരു സ്ഥലത്ത്, 30-40 കൊല്ലക്കാലം ഒന്നിച്ച് ജീവിച്ച നിങ്ങളെ മക്കൾ ബോധപൂർവമല്ല, അവരെ കുറ്റപ്പെടുത്താൻ ഞാൻ ആളല്ല, കുറ്റപ്പെടുത്തുന്നില്ല, എന്തെങ്കിലും അതൊരു മാതൃകയല്ല എന്ന് സാന്ദർഭികമായി പറയണം. എന്ത് അസൗകര്യങ്ങളുണ്ടെങ്കിലും ആ 2 ദമ്പതികളെ അവർക്കൊരു മുറി അനുവദിച്ചാൽ പോരെ? അവരതുകൊണ്ട് ജീവിക്കില്ലേ? ഭൗതികമായ സൗകര്യത്തെക്കാൾ അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ട് ജീവിച്ച് മരിക്കാലോ. അപ്പൊ അവസാനം വാപ്പ 2ാമത് മരിച്ചു കഴിഞ്ഞപ്പോ ഈ അവസ്ഥ ഓർത്ത് അവസാന കാലത്ത് നീതി കൊടുക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്ന് ഇച്ചിരി വൈകി ഉദിക്കുന്ന വിവേകം എന്നൊക്കെ പറയില്ലേ? വൈകി ഉദിക്കുന്ന വിവേകം എന്ന് പറയില്ലേ? ഏതായാലും ആ കുറ്റബോധം വേട്ടയാടുന്നുണ്ട്. അള്ളാഹുമായി അത് പൊരുത്തപ്പെടിക്കട്ടെ എന്നേ നമുക്ക് പറയാൻ കഴിയുക. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ മനുഷ്യ ജീവിതത്തിൽ ചില ബന്ധങ്ങളുണ്ട്, വൈകാരിക ബന്ധങ്ങൾ. ആ ബന്ധങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് മാതാപിതാക്കൾ, ഇണയുമായിട്ടുള്ള ബന്ധം, മക്കളുമായുള്ള ബന്ധം. നമ്മുടെ അംശമാണ് നമ്മുടെ മക്കൾ, നമ്മുടെ ശരീരത്തിന്റെ തന്നെ ഭാഗമാണവർ, നമ്മുടെ അസ്തിത്വത്തിന്റെ അടയാളമാണവർ. അപ്പൊ മക്കൾ എന്ന ഒരു ബന്ധം, കൂട്ടുകാർ എന്ന് പറയുന്ന ഒരു ബന്ധമുണ്ട്, അയൽപക്കക്കാർ എന്ന ബന്ധം, ഗുരുശിഷ്യ ബന്ധം, ഇങ്ങനെ ബന്ധങ്ങൾ പലതാണ്. പക്ഷെ ഏത് ബന്ധങ്ങളെയും നിങ്ങൾ അള്ളാഹുവിന്റെ താഴെയെ കൊണ്ടുവരാൻ പാടുള്ളൂ. ബന്ധങ്ങൾ ബന്ധനങ്ങളായി അതിങ്ങനെ കൽബിലും കണ്ണിലൊക്കെ ഉടക്കും. പക്ഷേ അത് പടച്ചോന് വിരുദ്ധമാണോ, അല്ലെങ്കിൽ പടച്ചോന് എന്റെ ഇച്ഛക്ക് എതിരാണോ എന്ന് നിങ്ങൾ ഉരച്ചു നോക്കണം. അങ്ങനെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ നിങ്ങളുടെ ബന്ധം നിൽക്കുന്നു എന്ന് കണ്ടാൽ നിങ്ങൾ അള്ളാഹുവിന് മുൻതൂക്കം നൽകുക. അപ്പൊ മാതാപിതാക്കളെ സംബന്ധിച്ച് തന്നെ ഖുർആൻ പറയുന്ന എന്താ? നിന്റെ മാതാപിതാക്കൾ വവസ്സൈനൽ ഇൻസാന ബിവാലിദൈഹി എന്ന് പറഞ്ഞിട്ട് മനുഷ്യന് അള്ളാഹു നൽകിയ പ്രത്യേക വസീയത്ത് മാതാപിതാക്കളുടെ കാര്യത്തിലാണല്ലോ. എന്നിട്ട് എന്താ ഖുർആൻ പറയുന്ന? അനിഷ്കുർലി വലി വാലിദൈ, നീ അള്ളാഹു എനിക്ക് നന്ദി കാണിക്കണം, നിന്റെ മാതാപിതാക്കൾക്ക് നന്ദി കാണിക്കണം. നന്ദി കാണിക്കേണ്ടത് ആരോട്? നന്ദി ആരോട് ഞാൻ ചൊല്ലേണ്ടു? റബ്ബിനോട് ഒന്നാമത്തെ നന്ദി 2 മാതാപിതാക്കൾക്കുള്ള നന്ദിയാണ് ശുക്ർ. അനിഷ്കുർലി വലി വാലിദൈ, ആരാ പറഞ്ഞ? ഖുർആൻ തന്നെ പറയണം, എനിക്ക് നന്ദി കാണിക്കണം, മാതാപിതാക്കൾക്കും നന്ദി. പടച്ചോനെ കഴിഞ്ഞാൽ ലോകത്ത് ഏറ്റവും വേണ്ടപ്പെട്ടത് നമ്മുടെ ഉപ്പയാണ്, നമ്മുടെ ഉമ്മയാണ്, നമ്മുടെ മാതാപിതാക്കളാണ്. നമ്മൾ ഒരുപാട് കേട്ടതാണല്ലോ മാതാപിതാക്കളുമായുള്ള നമ്മുടെ വൈകാരിക ബന്ധം. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കഥയല്ല, ചരിത്രമാണല്ലോ, ഈ അടുത്തുണ്ടായ അനുഭവമാണ്. നമുക്കൊക്കെ അങ്ങനെ വരാതിരിക്കാൻ കരുതൽ വേണം കേട്ടോ, അങ്ങനെ വരാതിരിക്കാൻ നല്ല കരുതൽ വേണം കേട്ടോ. അവരെ അവസാന നിമിഷത്തിൽ സൗകര്യമില്ലായ്മയുടെ പേരിൽ രണ്ടറ്റത്ത് ആയി അവര് തമ്മിൽ മരിക്കുന്ന നേരത്തൊന്ന് കാണാൻ ഇടവരാത്ത വിധം അവരെ വേർപെടുത്തി കളയരുത്. അവരിൽ നിന്നാണ് നമ്മളുണ്ടായത്, നമ്മളാക്കിയത് അവരാ. അവരില്ലെങ്കിൽ നമ്മളില്ലായിരുന്നു. എന്ത് അസൗകര്യമാണെങ്കിലും നിന്റെ മുറി ഒഴിഞ്ഞു കൊടുത്തോ, നീ പുറത്തു വിടുന്നോ, എന്നാലും ഉമ്മാനും ഉപ്പാനും നിന്റെ മുറിക്കത്, അതല്ല മുൻഗണന. നീ പുറത്തു വിടുന്നോ? ഞാൻ ഉമ്മാന്റെ കൂടെയാണെന്നാ പറയണ്ടേ, ഉമ്മ എന്റെ കൂടെയാണെന്നല്ല, ഞാൻ ഉമ്മാന്റെ കൂടെയാണ്. നിന്റെ വീടാണ്, നീ വാങ്ങിച്ച വീട് തന്നെയാണ്. പക്ഷെ പറയേണ്ടത് ഞാൻ ഉമ്മാന്റെ കൂടെയാണ്, ഞാൻ ഉപ്പാന്റെ കൂടെയാണ്. അതാണ് ഇസ്ലാം പഠിപ്പിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ഒരു സദസ്സിലിരിക്കുക, കുറെ സഹാബിമാരുണ്ട്. അപ്പൊ ആ സദസ്സിലേക്ക് ഒരാൾ വന്നു. ഒരു മനുഷ്യൻ ആ സദസ്സിലേക്ക് വന്നു. അപ്പൊ പ്രവാചകൻ അദ്ദേഹത്തിന്റെ കൂടെ വൃദ്ധനായ ഒരു മനുഷ്യനുണ്ട്. വക്കാന മാവഹു ഷെയ്ഖുൻ, ഈ വന്ന ആ സദസ്സിലേക്ക് അവസാനം എത്തിയ ആള്, അയാളുടെ കൂടെ വയസ്സായ ഒരാളുണ്ട്. അപ്പൊ പ്രവാചകൻ ഈ വന്ന ആളോട് ചോദിച്ചു, മൻ ഹാദ മാക്, നിന്റെ കൂടെയുള്ള ഈ ആൾ ആരാണ്? ഹാദ അബി, ഇതെന്റെ ഉപ്പയാണ് റസൂലെ, എന്റെ വാപ്പയാണിത്.
പ്രവാചകൻ ഉടനെ അയാളോട് പറഞ്ഞു, ലാ തംഷി അമാമഹു, വാപ്പയുടെ മുന്നിൽ നീ നടക്കരുത്. വലാ തജിലിസ് ഖബല അൻ യജ്ലിസ്, വാപ്പ ഇരിക്കുന്നതിന് മുമ്പ് നീ ഇരിക്കരുത്. അപ്പൊ അതിന്റെ അർത്ഥം അദ്ദേഹം അങ്ങനെ ചെയ്തു എന്നാണോ? ആയിരിക്കാം. അപ്പൊ പ്രവാചകൻ അദ്ദേഹത്തോട് പറയണ എന്താ? പരിശുദ്ധ ഇസ്ലാം മാതാപിതാക്കളുമായി ബന്ധപ്പെട്ട ആദാബുകളെ, മര്യാദകളെ പഠിപ്പിക്കുന്ന കൂട്ടത്തിൽ എല്ലാം പറഞ്ഞു. അതിലൊന്നെന്താ? വാപ്പയും മോനും കൂടി നടക്കുകയാണെങ്കിൽ മോൻ പുറകിലെ നടക്കാവുള്ളൂ. അവന്റെ ആരോഗ്യം, അവന്റെ ശാരീരിക ക്ഷമത, ഇതൊക്കെ വച്ചുകൊണ്ട് ചിലപ്പോൾ മുന്നിലേക്ക് പോകും. വേണ്ട, വാപ്പ പോയിട്ട് പയ്യെ. തിരക്കുണ്ടോ? തിരക്കുണ്ട്. എന്നാലും വാപ്പാക്ക് വേണ്ടി ആ തിരക്കൊക്കെ ഞാൻ ഒഴിച്ചു വെക്കാം. എന്റെ സ്വർഗമാണത്. എന്നെ ഞാനാക്കിയത്, ഇങ്ങനെ നടക്കാൻ എന്നെ ഞാനാക്കിയത് എന്റെ വാപ്പയാണ്. അതുകൊണ്ട് പയ്യെ പോകാം. വാപ്പ പയ്യെ പോയിക്കോട്ടെ. നമുക്ക് നമ്മുടെ വാപ്പിച്ചിട്ട് പയ്യെ നടക്കണ കണ്ടാൽ അക്ഷമേ ഉള്ളൂ. വാപ്പ എന്താ വരാത്തെ? ഇങ്ങോട്ട് നടക്കേണ്ട വേഗം. അവർക്ക് വേഗം നടക്കാൻ കഴിയില്ലെന്നേ. പുറകെ നടക്ക. ആരാ പറയുന്നേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വാപ്പയുടെ മുന്നിൽ കയറി നീ നടക്കരുത് കേട്ടോ. വലാ തജ്ലിസ് ഖബല യജ്ലിസ്, വാപ്പ ഇരിക്കാതെ നീ ഇരിക്കരുത്. ഇങ്ങനെയൊക്കെ പഠിപ്പിച്ച ദീനുൽ ഇസ്ലാം. പക്ഷെ അതേ ദീനുൽ ഇസ്ലാം പറഞ്ഞെന്താ? വഇൻ ജാഹദാക, മാതാപിതാക്കൾക്ക് നന്ദി ചെയ്യണം. വഇൻ ജാഹദാക അലാ അൻ തുശ്രിക ബിമാ ലൈസ ലക ബിഹി ഇൽമുൻ ഫലാ തുതിഉഹുമാ, നിന്റെ മാതാപിതാക്കൾ ആരെങ്കിലും പടച്ചവന് നിരക്കാത്ത ശിർക്ക് ചെയ്യാൻ നിന്നെ നിർബന്ധിച്ചാൽ, പ്രേരിപ്പിച്ചാൽ, പിന്നെ നീ അവരെ അക്കാര്യത്തിൽ അനുസരിക്കുക. അക്കാര്യത്തിൽ ഫലാ തുതിഉഹുമാ. എന്നിട്ട് ഉടനെ പറഞ്ഞു, സാഹിബുഹുമാ ഫിദ് ദുനിയാ മഅറൂഫ, പക്ഷെ ഭൗതിക വ്യവഹാരങ്ങളിൽ, കാര്യങ്ങളിൽ, ആവശ്യങ്ങളിൽ അപ്പോഴും അവർക്കുള്ള സേവനം തുടരണം. അവരെ സ്നേഹിക്കണം. പക്ഷെ ഇക്കാര്യത്തിൽ അവർക്ക് വഴങ്ങേണ്ടതില്ല. കുറെ മുമ്പ് ഒരു മകൻ ഒരു ഫത്വ ചോദിച്ചു. വാപ്പ ജീവിച്ചിരുന്ന കാലത്ത് വാപ്പാക്ക് ഒരു വഖഫ് ഉണ്ടായിരുന്നു, വസിയത്ത്. അദ്ദേഹത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു പ്ലോട്ട് പള്ളിക്ക് വഖഫ് ചെയ്തിട്ടുണ്ട്. പക്ഷെ പള്ളിക്ക് കേവല വഖഫല്ല, ഉപാധി ഷർത്തുണ്ട്. പള്ളിയിൽ നടക്കുന്ന മൗലൂദിനുള്ള ചെലവ് കണ്ടെത്താനുള്ള വഖഫാണ്. അപ്പൊ മൗലൂദ് നടത്തിപ്പിനുള്ള ചെലവാണ്. അപ്പോൾ മകന്റെ സംശയം, ഞാൻ ഈ മൗലൂദ് ചൊല്ലുന്ന സമ്പ്രദായത്തിന് എനിക്ക് പിന്നീടാണ് ബോധം തെളിയുന്നത്, ചില മൗലൂദുകൾ പ്രശ്നമുള്ളതാണ് അതിലെ വരികൾ. അതുകൊണ്ട് വാപ്പയുടെ ഈ വസിയത്ത് ഞാൻ നിലനിർത്തേണ്ടതുണ്ടോ എന്നാണ് അദ്ദേഹത്തിന്റെ ചോദ്യം. നിങ്ങൾ എന്ത് മറുപടി ആയിരിക്കും കൊടുക്കുക? ആ മറുപടിയെ ഞാനും കൊടുത്തിട്ടുള്ളൂ. മറുപടി നമ്മുടെ മനസ്സിലിരുന്നോട്ടെ. നിങ്ങളുടെ മനസ്സിൽ എന്ത് മറുപടിയാണോ ഇപ്പൊ തോന്നിയത്, ആ മറുപടിയെ ഞാനും കൊടുത്തുള്ളൂ. ഇർതകബ്തു അലൽ ഖതാബി ഗൈരി ഹസിരിൻ വഅദ ലക അഷ്കു ഫീഹി യാ സയ്യിദി ഖൈറൻ നബി. ഞാൻ ഒരുപാട് തെറ്റുകൾ ചെയ്തു പോയി, ഒരുപാട് പാപങ്ങൾ ഞാൻ ചെയ്തു കൂട്ടി, അന്തമില്ലാത്ത കണക്കില്ലാത്ത പാപങ്ങൾ. ലക്ക അഷ്കു ഫീഹി യാ, ആ തെറ്റുകളിൽ താങ്കളോട് ഞാൻ ആവലാതിപ്പെടുന്നു. സയ്യിദി ഖൈറൻ നബി, പ്രവാചകന്മാരിൽ സയ്യിദായിട്ടുള്ള ഉത്തമനായിട്ടുള്ള നബിയെ, താങ്കളോട് ഞാൻ ആ തെറ്റുകളുടെ പേരിൽ ആവലാതിപ്പെടുന്നു. ഈ വരി വ്യാഖ്യാനങ്ങൾ കൊണ്ട് ചിലർക്ക് ഇത് ശരിയാണെന്നൊക്കെ തോന്നും. പക്ഷെ നേർക്ക് നേരെ ഇസ്ലാമിന്റെ തൗഹീദിനോട് യോജിക്കുന്നതല്ല ആ വരികൾ. അപ്പൊ അതുകൊണ്ട് അത് ചൊല്ലുന്ന ഒരു ബൈത്താണെങ്കിൽ, ഒരു മൗലൂദാണെങ്കിൽ അത് പ്രോത്സാഹനജനകമല്ല. വയാ കുതുബ അഹ്ലിസ് സമാഇ വൽ അർളി ഗൗസഹുമാ, കുതുബിയത്ത് മുമ്പ് ഞാൻ വിശദീകരിച്ചതാണ്. കുതുബിയത്തിലെ വരികൾ, അതിൽ ഈ മൊയ്തീൻ ഷെയ്ഖിനെ ഇങ്ങനെ ഉയർത്തി, പ്രപഞ്ചത്തിന്റെ കേന്ദ്രം, ആകാശഭൂമിയിലുള്ളവരുടെ അവലംബം അദ്ദേഹമാണ്. പിന്നെ അതിനും വ്യാഖ്യാനമുണ്ട്, പടച്ചോൻ കൊടുത്ത കഴിവ്, ഒക്കെ മുമ്പ് പറഞ്ഞതായതുകൊണ്ട് ഞാൻ പറയുന്നില്ല. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഒരു പശ്ചാത്തലത്തിൽ പിന്നെ അതിൽ നിന്ന് പ്യൂരിഫൈ ചെയ്ത് ഈ വരി ഒഴിവാക്കി ചൊല്ലിയാൽ എന്നൊക്കെ ചോദിച്ചാൽ കുഴപ്പമൊന്നുമില്ല എന്ന് പറയും. പക്ഷെ അങ്ങനെയല്ലല്ലോ നടക്കുക. അപ്പൊ അതുകൊണ്ട് തൗഹീദിന് നിരക്കാത്ത മൗലൂദുകൾ ഉണ്ടെങ്കിൽ, എല്ലാ മൗലൂദും അങ്ങനെയാണെന്ന് അഭിപ്രായം ഇല്ല കേട്ടോ. ഇലാഹി അന്ത മഖ്സൂദി
വരിളാക മത്ലുഹു ബി. ഷെയ്ഖ് ഇബ്നു ബാസിനോട് ഈ വരിയെപ്പറ്റി ചോദിക്കുന്നുണ്ട്, ഇത് ചൊല്ലിയാൽ പുണ്യം കിട്ടോ? അദ്ദേഹം പറയുന്നത്, അത് ചൊല്ലിയത് കൊണ്ട് പുണ്യം കിട്ടും, ചൊല്ലിയത് കൊണ്ട് പുണ്യം കിട്ടും. പക്ഷേ അത് പ്രവാചകൻ പഠിപ്പിക്കാത്തൊരു ബൈത്താണ് എന്ന നിലക്ക് അത് ഒഴിവാക്കിയാൽ അപ്പോഴും ഹൈർ അതാണ്. അത് അദ്ദേഹത്തിന്റെ ഒരു നിലപാടാണ്. പക്ഷെ ആ നിലപാട് തന്നെ തുടരണമെന്നില്ല. റസൂല് പഠിപ്പിച്ച അതേ വരികൾ കൊണ്ട് തന്നെ റസൂലിനെ പുകഴ്ത്താൻ പാടുള്ളൂ എന്ന് ഖുർആനോ ഹദീസോ കൽപ്പിച്ചിട്ടൊന്നുമില്ല. റസൂലിന്റെ കാലത്തില്ലാത്ത വാക്കുകളും മദ്ഹുകളും പ്രവാചകനെ പറ്റി നമുക്ക് പറയാം, പ്രവാചകനെ പറ്റി നമുക്ക് പുകഴ്ത്താം. അതിൽ ശിർക്ക് കലരാതിരുത്, തൗഹീദിന് കളങ്കമില്ലാത്ത വരികളായാൽ മതി. പറഞ്ഞു വരുന്ന ഒറ്റ വിഷയമുള്ളൂ, അള്ളാഹുമായുള്ള ബന്ധവും മാതാപിതാക്കളും തമ്മിലുള്ള ബന്ധവും ആ ബന്ധത്തിന്റെ അത് മെയിൻറ്റെയിൻ അത് നമ്മൾ മുറുകെ പിടിക്കുമ്പോ അള്ളാഹുവിന്റെ ഉലൂഹിയത്തിന് അതിന് വിരുദ്ധമായ എന്തെങ്കിലും കണ്ടാൽ പിന്നെ അക്കാര്യത്തിൽ അനുസരണമില്ല എന്ന് പറയുന്ന ഒരു നിലപാട് അത് ഖുർആൻ പഠിപ്പിച്ചതാണ്. അവിടെയാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിയെ നമ്മൾ കാണുന്നത്. ആരാണ് ഇബ്രാഹിം? അള്ളാഹു അദ്ദേഹത്തെ തന്റെ സ്നേഹിതൻ, ഇബ്രാഹിമിന് ഈ ലോകത്ത് വാപ്പയേക്കാൾ ഇഷ്ടം പടച്ചോനായിരുന്നു. ആരാ ഇബ്രാഹിം നബിയുടെ പിതാവ്? ഇബ്രാഹിം നബിയുടെ പിതാവാരെ? ആസർ. ഇറാഖിലെ ഊർ പട്ടണത്തിലെ മുഖ്യ പുരോഹിതനാണ്. രാജാവിന്റെ രാജകീയ സദസ്സിൽ വലിയ ഇരിപ്പിടമുള്ള രാഷ്ട്രത്തിലെ രാജ്യത്തിന്റെ നാട്ടിലെ മുഖ്യ പുരോഹിതൻ. ആസറിന് മക്കൾ ജനിച്ചു, അതിലൊന്ന് ഇബ്രാഹിം. തന്റെ മക്കളിൽ ഇബ്രാഹിമിന്റെ വളർച്ച, ഇബ്രാഹിമിന്റെ കാഴ്ചപ്പാട്, ഇബ്രാഹിമിന്റെ ചില സവിശേഷതകൾ ആസറിനെ സന്തോഷിപ്പിച്ചു. എന്റെ മക്കളിൽ എനിക്ക് പ്രതീക്ഷ ഇബ്രാഹിമിലാണ്, എന്റെ ഈ പാരമ്പര്യം നിലനിർത്താൻ ഇബ്രാഹിം മിടുക്കനാണ്. അങ്ങനെ ആസർ വലിയ സ്വപ്നം കണ്ടു ഇബ്രാഹിമിനെ പറ്റി. അങ്ങനെ തന്റെ പൗരോഹിത്യ ജോലികളൊക്കെ ഇബ്രാഹിമിനെ പരിശീലിപ്പിക്കാൻ കൊണ്ടുപോകും ക്ഷേത്രങ്ങളിലേക്ക്, പൂജാ സ്ഥലങ്ങളിലേക്ക്. പക്ഷെ വളർന്നു വന്നപ്പോ ഇബ്രാഹിമിന് തോന്നി, അല്ല, എന്റെ വാപ്പ ഈ ചെയ്യുന്നത് ശരിയല്ലല്ലോ, എന്റെ വാപ്പ ഈ ചെയ്യുന്നത് ശരിയല്ലല്ലോ. യുവാവായ ഇബ്രാഹിമിൽ സ്വാഭാവികമായ ചിന്ത സ്വന്തം പിതാവിനോട് ചോദിക്കുകയാണ്. ഖുർആൻ അത് പറയുന്നുണ്ടല്ലോ, എന്റെ പിതാവേ, മാ തഅ്ബുദൂന മിൻ ദൂനിൽ, അല്ലാഹു അല്ലാതെ ഈ നിങ്ങൾ പൂജിക്കുന്ന ഈ വിഗ്രഹങ്ങൾ എന്തടിസ്ഥാനത്തിലാണ്? ഇത് തെറ്റല്ലേ വാപ്പ? അപ്പൊ ആസർ ആദ്യമൊക്കെ അവഗണിച്ചു. അതൊരു ചോദ്യം. അല്ല, നമ്മുടെ കുലദൈവങ്ങളാണ്, അവയെ അങ്ങനെയൊന്നും പറയരുത്, നീ ശാപം കിട്ടും. പക്ഷെ ഇബ്രാഹിമിന്റെ അന്വേഷണം അതുകൊണ്ട് അടങ്ങുന്നില്ല. ഇബ്രാഹിമിന്റെ അന്വേഷണത്വര ശക്തിപ്പെടുകയാണ്. വീണ്ടും ശക്തമായി തിരിച്ചറിഞ്ഞു തെറ്റാണത്. വാപ്പയോട് പറഞ്ഞു, വാപ്പ തെറ്റാണ്, നിങ്ങൾ നേർവഴിയിലല്ല, നിങ്ങൾ അള്ളാഹുവിനെ നിരക്കാത്ത കാര്യമാണ് ഈ ചെയ്യുന്നത്. ഇങ്ങനെ പറയുമ്പോ ആസറിനെ സംബന്ധിച്ചിടത്തോളം അത് കേവലം ഒരു ആത്മീയ പ്രശ്നം മാത്രമല്ല, ഇബ്രാഹിം അടങ്ങുന്ന കുടുംബത്തിന്റെ അന്നവും കൂടിയാണത്, കുടുംബത്തിന്റെ ചോറ് കൂടിയാണത്. അതിനെ കുടുംബത്തിലെ മകൻ, ഏറെ പ്രതീക്ഷ പുലർത്തിയ മകൻ തന്നെ ചോദ്യം ചെയ്യുക. അങ്ങനെ വാപ്പ മകനെ ആട്ടി പുറത്താക്കുകയാണ്. മകൻ വാപ്പയാൽ തമസ്കരിക്കപ്പെടുകയാണ്. അങ്ങനെ വാപ്പ വീട്ടിൽ നിന്ന് അടിച്ച് പുറത്താക്കുമ്പോഴും വാപ്പയോട് പറയണെന്താ, വാപ്പ, എനിക്ക് അങ്ങയോട് ഒരു വിരോധവുമില്ല, എന്റെ നിലപാട് ആദർശബന്ധിതമാണ്, ഞാൻ അള്ളാഹുവിനോട് അങ്ങേക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അപ്പോൾ അസ്തഗ്ഫിറു ലക റബ്ബി. പിന്നീട് പടച്ചോൻ ഇബ്രാഹിം നബിയോട് വിളിച്ച് പറയുന്നുണ്ട്, ശിർക്ക് ചെയ്യുന്നവർക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ നീ നടത്തരുത് എന്ന്. മറ്റൊരു കഥയാണ്. പക്ഷെ ഇബ്രാഹിമിന്റെ ഒരു സ്റ്റാൻഡ് ഉണ്ടായിരുന്നു അലൈഹിസ്സലാം. ആ സ്റ്റാൻഡിനെ പറ്റിയാണ് നമ്മൾ പറയുന്നത്. സ്വന്തം കുടുംബത്തിന്റെ വരുമാന സ്രോതസ്സിന്റെ മേൽ ആണ് അദ്ദേഹം കൈവക്കുന്നത് ആദർശ പ്രബോധനത്തിലൂടെ. അവിടെ നിന്ന് അങ്ങോട്ട് ഏത് നമ്മൾ എടുത്തു നോക്കിക്കോളൂ, പടച്ചോറ് നിൽക്കുന്നില്ല എന്ന് കണ്ടാൽ അതിനെ ചോദ്യം ചെയ്യുകയാണ്. അപ്പോ പിതാവാകട്ടെ, ഒരു കുഞ്ഞ് പിറന്നു,
അള്ള ചോദിച്ചു, നിന്റെ മോനെ നീ എനിക്ക് തരണം. പറഞ്ഞില്ലേ ഹൃദയബലി. പടച്ചോനെ നീ ചോദിച്ചാൽ അതും ഇബ്രാഹിം തരും. ഇബ്രാഹിം അത് പറഞ്ഞപ്പോ തന്നെ അത് നടന്നിരിക്കുന്നു നീയത്തിനാൽ. ഹൃദയബലി. അതുകൊണ്ടാണ് ഇബ്രാഹിം അലൈഹിസ്സലാമയെ പറ്റി ഖുർആൻ ഖലീൽ എന്ന് മാത്രമല്ല വിളിച്ചേ, ഹനീഫൻ, വക്രതയില്ലാത്ത മനസ്സിന്റെ ഉടമ. വക്രതയില്ല, നീയത്തിൽ വക്രതയില്ല, നീയത്തിൽ വക്രതയില്ല. അള്ളാഹുമായുള്ള ബന്ധത്തിൽ വക്രതയില്ലാതിരിക്കുക എന്നതാണ് ഇബ്രാഹിം ആവുക എന്നതിലൂടെ ഖുർആൻ നമ്മോട് ആവശ്യപ്പെടുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ പടച്ചവനോട് അടുത്ത് നിൽക്കുന്ന, ചേർന്ന് നിൽക്കുന്ന മഹാന്മാരായ ഇമാമിയങ്ങൾ ഹദീസുകളുടെയൊക്കെ പിൻബലത്തോട് എന്തുകൊണ്ട് ഇബ്രാഹിമിനെ അള്ളാഹു കൂട്ടുകാരനായി തെരഞ്ഞെടുത്തു എന്നതിന്റെ ഒരുപാട് ലക്ഷണങ്ങൾ പറയുമ്പോൾ അദ്ദേഹം സുജൂദുകൾ വർദ്ധിപ്പിച്ചിരുന്നു. അള്ളാഹുമായുള്ള വ്യക്തി സംഭാഷണമാണല്ലോ നമസ്കാരം, പാദരാത്രിയിലെ തഹജ്ജുദ് ഉൾപ്പെടെ. അങ്ങനെ പടച്ചോനോട് ഏറ്റവും അടുത്ത് ഇടപഴകിയിരുന്നു ഇബ്രാഹിം അലൈഹിസ്സലാം. എന്തുകൊണ്ടും അള്ളാഹു തന്റെ കൂട്ടുകാരനായി, തന്റെ കൂടെയുള്ളവൻ എന്ന് അള്ളാഹു പ്രഖ്യാപിക്കാൻ അർഹനായിരുന്നു. അങ്ങനെ പടച്ചോനോട് ആ പിതാവിന്റെ വഴി പിൻപറ്റി അള്ളാഹുവിന്റെ മഹബത്ത്, അവന്റെ ഇഷ്ടം സമ്പാദിച്ചെടുക്കുവാൻ ഒന്ന് കൽബ് കൊണ്ട് തന്നെ നാം തുടങ്ങുക, കർമ്മത്തിലൂടെ അത് തെളിയിക്കാൻ ശ്രമിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അവനിഷ്ടപ്പെട്ട, അവന് പൊരുത്തപ്പെട്ട ജീവനം നയിക്കാൻ നമുക്കെല്ലാവർക്കും തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. നാളെ പടച്ചവനെ കണ്ടുമുട്ടുമ്പോ ഇല്ലാമൻ അത്തല്ലാഹ ബി കൽബിൻ സലീം, വക്രതയില്ലാത്ത കൽബുമായി ആരാണോ അള്ളാന്റെ അടുത്ത് എത്തുന്നത് അവർക്കാണ് സ്വർഗത്തിലേക്ക് അള്ളാഹു പോകാൻ പറയുള്ളൂ. വക്രതയില്ലാത്ത ഹൃദയം. ഖുർആന്റെ വല്ലാത്തൊരു ഡയലോഗാണത്. ഇല്ലാമൻ അത്തല്ലാഹ ബി കൽബിൻ സലീം, വക്രതയില്ലാത്ത മനസ്സുമായി അള്ളാന്റെ അടുത്ത് എത്തുക. അള്ളാഹു അതിന് നമുക്കെല്ലാവർക്കും ഉദവി പ്രദാനം ചെയ്യുമാറാകട്ടെ. അള്ളാഹു നമ്മെല്ലാവരെയും, നമ്മുടെ മക്കളെയും സവിശേഷമായും അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ.